നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എന്റെ ഡാഡിക്ക് ഓടി ഒളിക്കേണ്ട ഒരു ആവശ്യമില്ല. ഞങ്ങളൊക്കെ ചെറിയൊരു അസുഖം വന്നാലും ഹോസ്പിറ്റലിൽ പോവും, അല്ലാതെ പിശുക്ക് കാണിച്ച് വീട്ടിലിരിക്കില്ല. ഒരു പാവത്തിന് അത് സ്വന്തം ചേട്ടനെ പറ്റിച്ചിട്ട് ഇതുപോലുള്ള വേലത്തരങ്ങൾ ചെയ്യുന്ന നീചനാ നിന്റെ അച്ഛൻ. ആരങ്ങനെ വേലത്തരങ്ങൾ ചെയ്ത്? നിങ്ങളുടെ അച്ഛൻ ഒന്നും ആകാതെ ഒരു മൂലക്കിരുന്നപ്പോ എന്റെ ഡാഡി ജോലി ചെയ്ത് പേരും പണവും നേടി. അതിലസൂയപ്പെട്ടിട്ട് കേസ് കൊടുത്തവനാ നിങ്ങള്. ഇപ്പൊ ഞങ്ങളുടെ ആ വലിയ മാളിക വീട് തരികിട കളിച്ച് സ്വന്തമാക്കാന്നാണോ വിചാരം? അതങ്ങ് മനസ്സിൽ വെച്ചേക്ക്. തരികിട കാണിച്ച നിന്റെ തന്റെ രക്തദാഹിയാ. വേണ്ട, ഇത് കോടതിയാ. നീ ധൈര്യം ഉണ്ടെങ്കി വാ. നെഞ്ചു വിരിച്ച് കയ്യോങ്ങിക്കൊണ്ട് വന്നാ ഞാനങ്ങ് ഭയന്നു പോകുന്നു കരുതിയോ? ആരെങ്കിലും പറ്റിച്ച് സുഖമായിട്ട് കഴിയാന്നാണ് ധാരണയെങ്കിൽ അത് നടക്കാൻ പോകുന്നില്ല പെണ്ണെ. എന്നെങ്കിലും ഒരു ദിവസം കോടതിയിൽ ഹാജരാവാതെ പറ്റില്ലല്ലോ നിന്റെ തന്തയ്ക്ക്. ഇതുപോലെ നുണ പറഞ്ഞ് എത്ര കാലം നിന്റെ അച്ഛൻ ഹോസ്പിറ്റലിൽ കിടക്കും? നുണ പറഞ്ഞു ഒരു ദിവസം അത് സത്യമാവും. ആ ഹോസ്പിറ്റലിൽ കിടക്കയില് അയാളുടെ അവസാനമാവും. ദൈവം കൈവിട്ടാ പിന്നെ എങ്ങനെ ഗതി പിടിക്കാൻ അയാള്? എന്താടാ പറഞ്ഞേ? ഇങ്ങനെ പബ്ലിക്കായി തല്ലുകൂടുന്ന ആരെങ്കിലും കണ്ടാ മോശമാ. ഈ മനീഷ് ആരാണെന്ന് നീ വൈകാതെ അറിയും. ഓന്തോടിയാലേ വേലിക്കലോളന്നൊരു ചൊല്ലുണ്ട്. നീ ഓട്, എത്രത്തോളം ഓടും നമുക്ക് കാണാമല്ലോ. ആ ഓന്ത് ഏതാണെന്ന് നമുക്ക് വൈകാതെ കാണാം. നിറം മാറ്റി കള്ളത്തരം കാണിക്കുന്ന ആ ഓന്തിന്റെ ഗതി എന്താവൂന്ന് സമയമാവുമ്പോ കാണാം. അതെ, സമയം ഇപ്പൊ എത്രയായിന്നറിയോ? 11:30. ഇതെന്താ ഓഫീസോ അതോ സ്വന്തം സൗകര്യം പോലെ വരാനും പോവാനും അങ്ങേരുടെ വീടോ? ദേഷ്യപ്പെടാതെ പെങ്ങളെ, ഞാൻ പറയുന്നത് സമാധാനമായിട്ടൊന്ന് കേക്ക്. എന്തിനാ ഞാൻ സമാധാനത്തോടെ കേൾക്കേണ്ടത്? എന്താ കേൾക്കേണ്ടത്? പറയണം. ഇന്ന് കോടതിയിലൊരു കേസുണ്ട് അദ്ദേഹത്തിന്, അതിനാ പോയിരിക്കുന്നേ. ഓഹോ, അപ്പോ ഇനി കോടതി പിരിയും വരെ അയാൾ ഇനി ഇങ്ങോട്ട് വരില്ലെന്നാണോ? എന്നല്ല, ദേ ഇത്രയും പേര് സമാധാനമായിട്ട് കാത്തിക്കുന്ന കണ്ടില്ലേ? കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യൂ, സാർ ഇപ്പൊ വരും. ഇവരൊക്കെ സമാധാനത്തോടെ നിൽക്കുകയല്ല, സമാധാനം കെട്ട് നിൽക്കുക. എന്തായാലും വരട്ടെ. ഇത്ര ആളുകളെ കാത്തു നിർത്തിയിട്ട് ഏതോ പേഴ്സണൽ കാര്യത്തിന് പോയിരിക്കുകയല്ലേ? വരട്ടെ. നിങ്ങളുടെ വാച്ച് കേടാണല്ലേ സാറേ? അത് കളഞ്ഞിട്ട് വേറൊന്ന് വാങ്ങ്. അപ്പോഴേ ഓഫീസിലൊക്കെ കൃത്യസമയത്ത് വരാൻ പറ്റുള്ളൂ. എന്താ ഒരു സർക്കാർ ഓഫീസിൽ നിന്ന് ഇങ്ങനെ ഒരു വാചകടി? തമാശ കളിക്കുന്നോ? തമാശയൊന്നും അല്ല, കാര്യമായിട്ട് ചോദിച്ചതാ. ഇതാണോ ഓഫീസിലേക്ക് വരേണ്ട സമയം? ഞാൻ എപ്പോ വരണമെന്ന് ഞാൻ തീരുമാനിക്കും. അതിന് മറ്റുള്ളവരുടെ ഉപദേശമൊന്നും വേണ്ട. ഓഹോ, അത് ശരി, അങ്ങനെയാ? അപ്പോ ഇവിടുത്തെ വേറെ ഓഫീസർമാരോടെങ്കിലും ചോദിക്കാം. എന്ത്? ഈ സർക്കാർ ഓഫീസ് ഒരു ജീവനക്കാരന് തീരെഴുതി കൊടുത്തോന്ന്. അപ്പൊ പിന്നെ അത് ചെയ്തിട്ട് വാ, ബാക്കി കാര്യങ്ങൾ അത് കഴിഞ്ഞിട്ട് നോക്കാം. കേട്ടില്ലേ? ഇത്രയും നേരം കാത്തിരുന്ന നമ്മളോട് അദ്ദേഹത്തിന്റെ മറുപടി തോന്നിയ നേരത്ത് വരുമെന്ന്. ഇങ്ങനെയൊക്കെ പറയണമെങ്കിൽ എന്തൊരു അഹങ്കാരി അയാള്. ആരും പ്രതികരിക്കാത്തതുകൊണ്ടാ നമ്മുടെ സർക്കാർ ഓഫീസുകളൊക്കെ ഇങ്ങനെ നാഥനില്ല കളരി പോലെ ആകുന്നത്. കുട്ടി പറഞ്ഞത് വളരെ ശരിയാ. അതെ, നിങ്ങൾ ലേറ്റ് ആയിട്ടാ വന്നേ, എന്നിട്ട് ന്യായീകരിക്കുന്നു. നിങ്ങൾ എന്തേ കാണിക്കുന്നത്? ഒരു സർക്കാർ ഓഫീസിൽ നിന്ന് ഇങ്ങനെ വീഡിയോ എടുക്കാനൊന്നും പാടില്ല കേട്ടോ. ഹരി, ഒന്ന് ക്ഷമിക്ക. പ്രശ്നം ഉണ്ടാക്കിയ കുഴപ്പത്തിലാകുന്ന നീയാ. ശാന്തനാക. ആ വീഡിയോ സോഷ്യൽ മീഡിയയിലോ മറ്റോ പോയാ സംഭവങ്ങൾ കൈവിട്ടു പോകും. എന്ത് കണ്ടാലും അപ്പൊ എടുക്കും ഒരു വീഡിയോ. ഇതിപ്പോ ഒരു സോഷ്യൽ ക്രൈസായി മാറിയിരിക്കുക അല്ലേ അഭിലാഷ്? പിന്നെ പറയൂ, മാഡത്തിന് എന്താ വേണ്ടേ? ഇന്നലെ പറഞ്ഞൊക്കെ തന്നെയാ ഇന്നും വേണ്ടത്. അപ്പൊ നിങ്ങൾ ഉടക്കി. പിന്നെ ലഞ്ച് കഴിക്കാൻ പോയി, പിന്നെ ഏതോ മീറ്റിങ്ങിന് പോയി. ഇന്ന് കാലത്ത് കോടതിയിലും പോയി. എനിക്ക് വേണ്ടത് അഡ്രസ് ചേഞ്ചാ. ഗ്യാസ് കണക്ഷനുള്ള അഡ്രസ്സിലേക്ക് അത് മാറ്റി തരണം. ഇതാ പേപ്പേഴ്സ്. ഇതിലൊരു ഫോൺ നമ്പർ മാറ്റി എഴുതിക്കാൻ പറഞ്ഞിരുന്നല്ലോ, ചെയ്തോ? ഇല്ല,
റേഷൻ കാർഡിൽ പുതിയ നമ്പർ ഉണ്ട്. അയ്യോ സോറി മാഡം, ഈ ഫോൺ നമ്പർ മാറ്റാതെ അഡ്രസ് മാറ്റാൻ നിവർത്തിയില്ല. നിയമമില്ലാത്തതുകൊണ്ടാ. ഓ അങ്ങനെയാണോ? ആ, ഒന്നിപ്പുറത്തേക്ക് മാറിയ സാറേ, ഇദ്ദേഹത്തോട് ഒരു കാര്യം പറയാനാ. എന്നെ പറ്റി നിങ്ങൾക്കറിയാം, നിങ്ങളെ പറ്റി എനിക്കും അറിയാം. അതുകൊണ്ട് ഈ അഡ്രസ് ഇപ്പൊ മാറ്റി തന്നില്ലെങ്കിലേ ശോഭിച്ചു കളയും ഞാൻ. അതോടെ ഈ ജോലി പോവും. പിന്നെ നിങ്ങൾ ഈ നാട് വിട്ട് എവിടേക്കോ അലയേണ്ടി വരും. അത് വേണോ? നേരത്തെ തന്ന ശാപത്തിന്റെ ഫലം നിങ്ങൾ ഇപ്പോഴും അനുഭവിക്കുകയല്ലേ? ആ കല്യാണ പ്രശ്നം. ആ ഒരു സർക്കാർ ജോലി ഉണ്ടായിട്ട് തന്നെ പെണ്ണ് കിട്ടുന്നില്ല. ഇതും അങ്ങ് പോയാലോ? ദുരിതം തന്നെ ദുരിതം. അപ്പോ അഡ്രസ് മാറ്റി തരുന്നോ അതോ? പിന്നെന്താ, മാറ്റി തരാലോ. എല്ലാം റെഡിയാ അല്ലേ അഭിലാഷേ? ഫോൺ നമ്പറൊക്കെ പതുക്കെ സൗകര്യം പോലെ മാറ്റിയാ മതി. ഏ ആ അറുകരിയുടെ ഒരു അഹങ്കാരം അങ്ങനെ വെറുതെ വിടാൻ പറ്റില്ല അവന്. ജീവിതകാലം മുഴുവൻ അവൻ കരഞ്ഞു കരഞ്ഞു കഴിയണം. അഹങ്കാരി. ആ എന്തായി ആകാശേട്ടാ, അമ്മ പുറത്തേക്ക് ഇറങ്ങിയോ? ഞാൻ പുറകെ ഉണ്ട്. ഞാനിവിടെ വാച്ച് ചെയ്തുകൊണ്ട് നിൽക്കുക. നീ എന്നെ വിശ്വസിച്ച് ഏൽപ്പിച്ചതല്ലേ? അമ്മ ഇപ്പൊ എവിടെയുള്ള? അമ്മായി ഇവിടെ പാലത്തിങ്കൽ ക്ഷേത്രത്തിനകത്താ. ക്ഷേത്രത്തിലോ? തൊഴാൻ പോയതാണോ അമ്മ? അങ്ങനെയല്ലല്ലോ ഞാൻ കേട്ടത്. എന്തോ ചൂടൻ വിഷയം ഉണ്ടാവുമെന്ന് കരുതിയാ ഞാൻ ഫോളോ ചെയ്യാൻ പറഞ്ഞേ. അത് വെറുതെ ആയല്ലോ. വെറുതെ ഒന്നും ആയില്ല. അമ്മായി തൊഴാനല്ല വന്നത്. വല്യമ്മാമയോട് അമ്മായി എന്തോ സംസാരിച്ച് നിപ്പുണ്ട്. എന്തൊക്കെയോ പ്ലാനിങ് ആണെന്ന് തോന്നുന്നു. ഞാനത് സംശയിച്ചു. ഇപ്പോഴും ഒരു അമ്പലത്തിൽ നിൽക്കുവാണോ? അതെ മനീഷ, ഇവിടെ തന്നെ സംസാരിച്ച് നിൽക്കുക. അവിടെ തന്നെ നിൽക്കുക ആകാശേട്ടാ. അവരെ കൺവെട്ടത്തുനിന്ന് മാറാൻ സമ്മതിക്കരുതേ. ഞാൻ ദേ അങ്ങോട്ട് വരുന്നു.